അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന മുമ്പായിട്ടേ കയ്യിൽ കുറച്ച് എണ്ണ തേക്കണം, ചെറുതായിട്ടൊന്ന് ചൊറിയും കിട്ടും. ഇതുണ്ടോ, ഇതിൻ്റെ അറ്റങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് കട്ട് ചെയ്യണമെന്നില്ല. ഇത് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ വലിക്കുമ്പോൾ ഇതിൻ്റെ നാര് വരും. ഇതിൻ്റെ നാരെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുന്ന ഭാഗത്തുള്ള നാരൊക്കെ എടുത്ത് മാറ്റണം. ഇവിടെ പീച്ചിങ്ങൊക്കെ വൃത്തിയാക്കണം പോലെ. നമ്മുടെ നാട്ടിലൊക്കെ എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നറിയില്ല, പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അവരിതുകൊണ്ട് ചട്നി ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലിയുടെ കൂടെയൊക്കെ എടുക്കാറുണ്ട്. ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അണ്ണൻ്റെ വീട്ടിൽ പോയപ്പോൾ കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാൻ എളുപ്പമായിരിക്കും.